നമ്മുടെ പട്ടാമ്പി MLA മുഹമ്മദ് മൂഹസിന് ഒരു ബൃഹത് പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസമായിട്ട് അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് മാനസമിത്ര എന്ന് പറഞ്ഞൊരു പദ്ധതി പട്ടാമ്പി മണ്ഡലത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. കുട്ടികളുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ മാനസികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതൊരു പൈലറ്റ് പ്രവർത്തനമായിട്ടാണ് പട്ടാമ്പിയിൽ നടക്കുന്നത്. ഇത് നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, പട്ടാമ്പി MLA കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് സബ്മിറ്റ് എന്നൊരു പരിപാടി നടത്തി. അതിൽ 60ഓളം ചോദ്യങ്ങൾ അവരുടെ ഒരു സർവേ എന്നുള്ള നിലക്ക് ചോദിക്കുകയും അതിൽ നിന്ന് അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ചില ഉത്തരങ്ങൾ നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിനെ അനലൈസ് ചെയ്തപ്പോൾ അതിൽ 69% ആളുകളും ഒരു ജോലി സംബന്ധമായ പ്രശ്നമല്ല പറഞ്ഞത്, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളല്ല പറഞ്ഞത്, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻ്റ് അല്ല പറഞ്ഞത്. അതിൽ 69% യുവാക്കളും പറഞ്ഞത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുള്ള പരിഹാര പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതാണ്. ആ ഒരു വിഷയം MLA വളരെ ഗൗരവമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് മാനസമിത്ര എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുകയും വിവിധ റിജക്ഷന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള മൊഡ്യൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അങ്ങനെ കുറേ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി സംസ്ഥാന സർക്കാർ അവസാനം ആ പദ്ധതി അംഗീകരിക്കുകയും അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് 3 ലക്ഷം രൂപയോളം ഇതിൻ്റെ സാമ്പത്തിക വിനിയോഗമായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുകയാണ്. ഈ ഒരു മേഖലയിലെ ഏറ്റവും മികവ് തെളിയിച്ച നിരവധി വ്യക്തികൾ പങ്കെടുത്തുകൊണ്ടുള്ള കരട് മൊഡ്യൂളിനെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ശില്പശാല നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഏകദിന ശില്പശാല. ഒരു MLA സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ വിദ്യാഭ്യാസം നടത്തിയ ഒരു MLA, അതായത് അഡൽട്ട് എഡ്യൂക്കേഷൻ പോളിസിയിൽ PhD ചെയ്തിരുന്ന ആളാണ് MLA. അദ്ദേഹം അതിനെ വളരെ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു MLA കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മാനസമിത്ര പദ്ധതി. ഈ മാനസമിത്ര പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഇത് നടപ്പിലാക്കിയത് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ പക്ഷേ സംസ്ഥാനത്തല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് മാറാൻ കെൽപ്പുള്ള ഒരു പദ്ധതി തന്നെയാണിത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വിശാലവും അതേപോലെ തന്നെ ആഴത്തിലുള്ള പഠനവും നടത്തി ഒരു MLA ടീമും തയ്യാറാക്കിയ ഒരു പദ്ധതി ഒരു പക്ഷേ കേരളത്തിലെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു ഇടപെടലുകൾക്ക് സാധ്യമാക്കുന്ന ഒന്നാണ്. ഈ ഒരു പ്രവർത്തനത്തിൽ അവർ എടുത്ത എഫേർട്ടിനെ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ഭാവിയിൽ ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ്. അധ്യാപകർ ഈ പദ്ധതിയെ, പട്ടാമ്പി പ്രദേശത്തെ അധ്യാപകർ ഈ പദ്ധതിയെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നിടത്താണ് ഇത് സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടാവുക. ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വിലയിരുത്തലുകൾ നടത്തി മികച്ച രീതിയിലുള്ള റിസൾട്ട് ലഭ്യമാക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ നിന്നുണ്ടാവുക മികച്ച ഒരു പ്രതികരണം ലഭിക്കുക. നിലവിൽ നിയമസഭയിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയും വിവിധ ഏജൻസികൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം കിടക്കുന്ന അധ്യാപകരെടുത്താണ്. അധ്യാപകർ ഈ പദ്ധതി ഏറ്റെടുത്തിട്ട് ഈ രാജ്യത്തിന് തന്നെ മാതൃകയായ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു സിലബസ് നമുക്ക് തയ്യാറാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിലുള്ള കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ള ഒരു സാമൂഹിക ചിന്ത ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുകയും അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര പ്രവർത്തനങ്ങളും അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾക്കും രൂപം നൽകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച MLAക്കും MLAയുടെ ടീമിനും അതോടൊപ്പം ഇതിനു വേണ്ടി ഇനി പ്രവർത്തിക്കാൻ പോകുന്ന അധ്യാപകർക്കും കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരിയാണ്. കാരണം ഈ ഒരു പദ്ധതി ചരിത്രം രേഖപ്പെടുത്തും. ഒരു പക്ഷേ പട്ടാമ്പി MLA ഒരു 5, 10, 20 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് ഈ ഒരു മാനസമിത്ര എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ ആയിരിക്കും. അത്രയും ദീർഘവീക്ഷണത്തോടെയും ആഴത്തിലുള്ള പഠനത്തിലൂടെയും നിലവിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെയാണ് MLAയും MLAയുടെ ടീമും അഡ്രസ് ചെയ്യുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാവട്ടെ.